ഞങ്ങളെല്ലാം വിശേഷിപ്പിക്കുന്ന ജസ്പേഡിന്റെ ടൊവിനോ എന്നാണ്. ഇരിക്കട്ടെ അല്ലേ, ലുക്ക് വൈസിലും ഗ്ലാമർ വൈസിലും ഒക്കെ ഉണ്ട്. ചുള്ളനാണ്. പണ്ടൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഫോട്ടോഗ്രാഫറിൽ ഒരുപാട് പേരുടെ ജീവിതം ക്യാപ്ചർ ചെയ്ത പോലെ ഇന്ന് ഒരുപാട് പേരുടെ ലൈഫിനെ ക്യാപ്ചർ ചെയ്ത് അതിനെ അടുത്തൊരു തലത്തിലേക്ക് എത്തിക്കുന്ന അനീഷ് പാറവൂർ ആൻഡ് ഒപ്പം വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജസ്പേഡിന്റെ നൈറ്റിംഗേൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ, വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കുന്ന ജയശ്രീ അനീഷ്. നല്ലൊരു കാര്യം കൊടുക്കാമോ? ഗുഡ് ഈവനിങ് ഓൾ. പേര് പരിചയപ്പെടുത്തി, ഐ എം അനീഷ് പടവൂർ, സോണൽ മാനേജർ, ജസ്പേഡ് ഇന്റർനാഷണൽ. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഇന്ന് ഈ ഒരു എന്താ പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷത്തിൽ പങ്കുചേരാനായിട്ട് സാധിച്ചതിൽ. ഒരുപാട് ആളുകൾ ഒത്തുകൂടിയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ന് നമ്മളിവിടെ പുതിയ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവും. എന്തിനു ഒത്തുകൂടി എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമുക്ക് വലിയൊരു സംരംഭം നമ്മൾ ആരംഭിക്കുകയാണ്. ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ കല്ലിടൽ ചടങ്ങ് അല്ലേ, അതവിടെ നടക്കുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട് അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ്, കൃഷിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ്. അപ്പോൾ നമ്മുടെ നാട് അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള വിളവെടുപ്പ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയിട്ടാണ് ഇത് നമ്മൾ ഈ നിൽക്കുന്ന വയനാട്. അപ്പോൾ വയനാടിൻ്റെ മണ്ണിനെ മാക്സിമം റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്, വളരെ മഹത്തരമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. കൃഷിയിലൂടെ നമ്മളിവിടെ വിവിധ തരത്തിലുള്ള കൃഷി, അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. പച്ചക്കറിയുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, കോഴിയുണ്ട് അല്ലേ, കോഴിമുട്ട, അതായത് ഫിഷ് ആയിക്കോട്ടെ, ഞണ്ടായിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള പാലായിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള കൃഷികൾ നമ്മുടെ ഉൾപ്പെടുത്തിയിട്ട്, ചന്ദനമായിക്കോട്ടെ. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള ഒരു മരമാണ് ചന്ദനം. അപ്പോൾ ചന്ദനം ഉൾപ്പെടെ, കുങ്കുമപ്പൂ ഉൾപ്പെടെ അല്ലെ, എല്ലാ തരത്തിലുള്ള കൃഷിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ ശരിക്കും നമുക്ക് ഒരുപാട് സമൃദ്ധിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് നമ്മൾ ഈ ഒരു മണ്ണിൽ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമാകാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. എങ്ങനെ നമ്മൾക്കും ഒരു കൃഷിക്കാരനാവാന്നല്ല, കൃഷി ചെയ്യിപ്പിക്കുന്ന ഒരാളായിട്ട്, ഒരു മുതലാളിയായിട്ട് മാറാം അല്ലെ. കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് എന്താ പറയുക, കോടീശ്വരനാവാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. മണ്ണിലിറങ്ങി പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മണ്ണിനോടൊപ്പം പണിയെടുക്കാം എന്നേ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ പണിയെടുപ്പിച്ച് കഴിഞ്ഞാലോ നമ്മളവിടെ ഒരു മുതലാളിയായി. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഒരു മുതലാളിയായിക്കൊണ്ട് അതിലൂടെ ലക്ഷങ്ങളും കോടികളും ഒക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റിലേക്കാണ്, അതിൻ്റെ ഒരു ആരംഭമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ ഇന്നിപ്പോൾ വലിയൊരു ഓഫർ ഉണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും പറഞ്ഞു അല്ലേ, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ചെറിയൊരു ഷെയർ അല്ലെങ്കിൽ വലിയൊരു ഷെയർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നേരെ ഇരട്ടി ഷെയർ വാല്യൂയിലേക്ക് ഇന്ന് മാറുന്നുണ്ടോ. ഇന്നത്തെ ഒരു ഓഫറാണ്. അപ്പോൾ ആ ഒരു ഓഫറിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ട് നമ്മൾ അറിയാം, എല്ലാവരും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് നമ്മളോ നമ്മുടെ തലമുറയോ കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതിൻ്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി നിന്നുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ബെറ്റർ ഹാഫ് ജയശ്രീക്ക് ജസ്റ്റ് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഒരവസരം കൊടുക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷം തന്നെയാണ്. കാരണം നമ്മുടെ എല്ലാം ഇവിടെ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചിരുന്ന പക്ഷെ നമുക്ക് നടത്താൻ സാധിക്കാതിരുന്നൊരു കാര്യം അല്ലേ. നമ്മൾ തന്നെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പൂർവികർ ചെയ്തിരുന്നൊരു കാര്യമാണ്. നമ്മളുടെ തന്നെ സ്വന്തം പ്രോപ്പർട്ടിയിൽ കൃഷി ചെയ്യുക, അതും ജൈവമായിട്ട്, അതായത് യാതൊരുവിധ കെമിക്കൽസ് യൂസ് ചെയ്യാതെ വളരെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെയാണ് നമ്മളുടെ പൂർവികർ കഴിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ചെയ്യണം എന്നുള്ളത്, പക്ഷെ സാധിക്കാറില്ല. കാരണം ഇപ്പോഴത്തെ നമ്മളുടെ ജീവിതത്തിൻ്റെ തിരക്ക് മൂലം ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. എന്തിനാ? പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ ഓട്ടത്തിനിടയിൽ നമ്മൾ മറന്നു വെക്കുന്ന കുറേ മൂല്യങ്ങളുണ്ട്. പക്ഷെ കേരളത്തിൻ്റെ ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു മൂല്യമാണ് കൃഷി എന്നുള്ളത്. നമ്മളുടെ പൂർവികരെല്ലാവരും കർഷകരായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ ഇനി വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി എന്ന് വെറും പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്ന ഒരു രീതിയായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ജസ്പേഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഇന്നോവേഷൻ മാത്രം കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ തന്നെ മുഖച്ഛായ മാറാൻ സാധിക്കുന്ന വലിയൊരു ഇന്നോവേഷനാണ് ഈ ഒരു പ്രൊജക്റ്റിലൂടെ ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും
തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്, നമ്മൾ ഈ ഒരു നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്ന് പറയുന്ന പ്രൊജക്റ്റ് അത് തന്നെ ഒരു ഇന്നോവേഷനാണ്. അപ്പോൾ അവിടെ വന്ന് താമസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ കോട്ടേജിൽ വന്ന് താമസിക്കുന്നവർക്ക് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ആൻഡ് ലെഗസി കൊടുക്കുന്ന ഒരു കമ്പനി. അത് കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ ആദ്യത്തെ ഒരു കമ്പനിയാണ് ഇത്രമാത്രം പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ വരുന്ന ഓരോ വ്യക്തികളുടെയും ആരോഗ്യത്തിനും അതുപോലെ തന്നെ അവരുടെ സന്തോഷത്തിനും അവസരം കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സന്തോഷം മാത്രമല്ല അവിടെ സമ്പത്തിലേക്കും അവിടെ നിന്ന് അത് പാരമ്പര്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, സന്തോഷിക്കാം. കാരണം നമ്മളും ഇനി നമ്മുടെ കേരളത്തിൻ്റെ ഒരു മുഖഛായ മാറ്റുന്നതിന് ഒരു പങ്കാളിയാവുകയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഈ ഒരു തറക്കല്ലിടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളുടെ സ്വപ്നത്തിന് കൂടിയാണ് തറക്കല്ലിട്ടിരിക്കുന്നത്. അതിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. കാരണം ഏതൊരു സാധാരണക്കാരനും അവൻ്റെ ജീവിതത്തിലെ ആ നെട്ടോട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ പണമുണ്ടാക്കാൻ മാത്രം ഓടി നടന്ന് പണമുണ്ടാക്കി അത് ചെലവഴിച്ച് കളയാതെ ആ ഒരു സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റുന്ന രീതിയിൽ നമ്മളെ എല്ലാവർക്കും ആ അറിവ് പകർന്നു തന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആകണമെന്ന് പറഞ്ഞു തന്നുകൊണ്ട് നമ്മളെ കൊണ്ട് തന്നെ, അതായത് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ നല്ലൊരു സംരംഭകനാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പഠിക്കുക, ഒരുപാട് പഠിക്കുക, കുറേ ഡിഗ്രീസ് നേടുക, വൈറ്റ് കോളർ ജോബ് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പുതിയ തലമുറയെ, നമ്മളുടെ വീട്ടിലൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ അവർക്ക് നല്ലൊരു ഭാവി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ തന്നെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന രീതിയിൽ സംരംഭകരാക്കാൻ സാധിക്കുന്ന വലിയൊരു പ്രൊജക്റ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ മാത്രമല്ല നമ്മളുടെ ആ കുടുംബാംഗങ്ങളെ കൂടി, നമ്മളുടെ മക്കളെ കൂടി ഇതിന്റെ ഭാഗമാക്കണം. കാരണം നമ്മളുടെ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറ എന്ന് പറഞ്ഞാൽ അത് ഭാവിയാണ്. ആ ഭാവി ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടിയും അതുപോലെ തന്നെ സമ്പത്തോടു കൂടിയും നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത് പോലെ നമ്മളുടെ കുടുംബത്തിനെയും നമുക്ക് ആ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കാൻ, ആ ഒരു സമൃദ്ധിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുന്ന ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ ഒരു കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ദൈവത്തിനോട് നന്ദി തന്നെ പറയണം. കാരണം നമ്മളുടെ എല്ലാം പലരും ആഗ്രഹിച്ച് ആ യൂണിവേഴ്സൽ പവർ നമുക്ക് അതൊരു വ്യക്തിയിലേക്ക്, രണ്ട് വ്യക്തികളിലേക്ക് കൊടുത്തരുത്, അതൊരാശയമായിട്ട് കൊടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരവസരം തന്നിരിക്കുകയാണ്. ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇനി നിങ്ങളിലൂടെ ഒരുപാട് പേരുടെ ജീവിതങ്ങളിലേക്ക് വെളിച്ചം നയിക്കാൻ സാധിക്കുന്ന ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായി എല്ലാവർക്കും ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും സന്തോഷവും അതുപോലെ തന്നെ പാരമ്പര്യവും ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. താങ്ക് യു ഓൾ ഓഫ് യു. യെസ്, നല്ലൊരു കാര്യം കൊടുക്കാം.